നിങ്ങൾ വീഡിയോൻ്റെ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടു വന്ന പോലെ തന്നെ ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ഗോൾഡിനെ കുറിച്ചാണ്. പൊതുവേ നമ്മൾ മലയാളികൾ ഗോൾഡിൻ്റെ പ്രൈസ് എത്ര കൂടിയാലും ഒരു സ്വർണ്ണക്കടയിൽ പോയി നോക്കുകയാണെങ്കിൽ അവിടെ നല്ല തിരക്കായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ഗോൾഡ് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പോയി പണയം വെച്ചിട്ട് പെട്ടെന്ന് ക്യാഷ് കിട്ടും, അതിനുവേണ്ടി ഗോൾഡ് യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം മിക്ക ആൾക്കാരും പറയുമെങ്കിലും ഇത് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഗോൾഡിനെ ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ വിറ്റിട്ട് പൈസയാക്കാന്നുള്ളൂ. പക്ഷേ ഒരു ഫിസിക്കലായിട്ട് ഒരു ഗോൾഡ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ മെയിൻ കാര്യമാണ് ഈ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിക്കാൻ മാത്രമേ മേക്കിംഗ് ചാർജ് ഉണ്ടാവുള്ളൂ, വിൽക്കാൻ പോകുന്ന സമയത്ത് ഈ മേക്കിംഗ് ചാർജ് ഉണ്ടാവില്ല. ശരിയാണ്, ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗോൾഡിന്റെ പ്രൈസ് എത്രത്തോളം മാറിയിരിക്കണം. നമ്മൾക്ക് മേക്കിംഗ് ചാർജ് ഒന്നും കൊടുക്കാണ്ട് തന്നെ ഈ ഗോൾഡിന്റെ പ്രൈസിന്റെ അപ്രിസിയേഷൻ ഉണ്ടല്ലോ, അത് ക്യാച്ച് ചെയ്യണമെങ്കിൽ വേറെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേരുടെ ഇടയിൽ എൻ്റെ നോട്ടിഫിക്കേഷനും കൂടി നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം ആ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെ ഞാൻ അതിൻ്റെ ടൈം സ്റ്റാമ്പ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് ടോപ്പിക്ക് മാത്രം കണ്ടാൽ മതി എന്നാണെങ്കിൽ അവിടേക്ക് സ്കിപ്പ് അടിച്ച് പോയാൽ മതി. തന്നെ ഫിസിക്കൽ ഗോൾഡിന് പകരമായിട്ട് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഗോൾഡ് ആണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് ഗോൾഡ് ETF. മൂന്നാമത്തെയാണ് ഗോൾഡിൻ്റെ മ്യൂച്വൽ ഫണ്ട്. ഇനി നാലാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് SGB. ഇങ്ങനെ 4 ഓപ്ഷനാണ് ഫിസിക്കൽ ഗോൾഡ് അല്ലാണ്ട് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. നമുക്ക് ഇനി ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ കാണാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ ആണെങ്കിലും അല്ലെങ്കിൽ ഫോൺ പേയിലാണെങ്കിലും ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാലം നമുക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു. ചെറിയൊരു എമൗണ്ട് ഇട്ടാൽ മതി ഗോൾഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് സംഭവം ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഉണ്ടല്ലോ, ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ഗോൾഡ് ഓർണമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മേക്കിംഗ് ചാർജും ഡെലിവറി ചാർജൊക്കെ കൊടുക്കേണ്ടി വരും. നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പോയാൽ മതി. അപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് എപ്പോഴാണോ കൂടുന്നത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇതും കൂടും. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, GST അടയ്ക്കേണ്ടി വരും. ഒരു 3% GST നമുക്ക് ഇതിൽ അടയ്ക്കേണ്ടി വരും. പിന്നെ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, ഈ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിലുണ്ട്. ഇനി അടുത്താണ് ഗോൾഡ് ETF എന്നുള്ളത്. ETF എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിൽ കൊടുക്കുക. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ETF ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൈസ ഗോൾഡ് ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, ചില പൈസ കുറെ ഗോൾഡ് മൈൻ ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവുമല്ലോ അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. നമ്മുടെ പൈസനെ ഈ ഗോൾഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അവിടേക്കൊക്കെ അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ ഒരു ഫണ്ട് മാനേജർ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം 0.5 to 1% ആണ് ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് പാസീവ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ ആയതുകൊണ്ടാണ് 0.5 to 1% വന്നത്. ഇനി ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് ഒക്കെ ആണെങ്കിൽ ഏകദേശം 1% മേലെയൊക്കെ വരും. ഇനി ആക്റ്റീവ് സ്ട്രാറ്റജി എന്താണ്, പാസീവ് സ്ട്രാറ്റജി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുക. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും ഈ സംഭവങ്ങളൊക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ച്. പിന്നെ ഞാൻ ഡിജിറ്റൽ ഗോൾഡിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മൾക്ക് ലോണൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഗോൾഡിന്റെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂവും കൂടും, അത് നമുക്ക് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും. കാരണം വാങ്ങിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ടാണ് നമ്മൾ ഈ സാധനം മെയിനായിട്ട് വാങ്ങിക്കുക. അപ്പോൾ നമ്മളത് വാങ്ങിക്കുന്ന സമയത്ത് നേരെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും വരിക. സോ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. നിങ്ങൾക്ക് ഏത് ബ്രോക്കറിലാണെങ്കിലും ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഗോൾഡ് ETF ഒരു എക്സാമ്പിൾ ആണ് ഗോൾഡ് ബീസ്. ഇനി നമ്മുടെ അടുത്ത സെക്ഷനാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്. അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ്. സോ എക്സ്പെൻസ് റേഷ്യോയും കൂടുതലാണെന്ന്. ഏകദേശം നമ്മൾക്ക് 1% അല്ലെങ്കിൽ 2% എക്സ്ട്രാ ആയിരിക്കും ഇവിടെ കൊടുക്കേണ്ടി വരിക. കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണത് മെയിനായിട്ട് പോണതും ഗോൾഡ് ETF-ലേക്കൊക്കെ ആയിരിക്കും. 2% എക്സ്ട്രാ ആണ് ആ ETF-നേക്കാളും നമ്മളിവിടെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോണത് മെയിൻലി ETF-ലേക്കായിരിക്കും. ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തരുതെന്നാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾക്ക് ലോൺ എടുക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഓപ്ഷനാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് അല്ലെങ്കിൽ SGB. ഇത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. ഈ ഗോൾഡിന്റെ പല ഇൻവെസ്റ്റ്മെന്റിലും ബാക്കിയുള്ളതിനൊക്കെ വെച്ചിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ബോണ്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. സോ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവും കൂടും, പ്ലസ് 2.5% ഇൻട്രസ്റ്റ് കിട്ടും, പ്ലസ് നമ്മൾക്ക് ഇത് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും.
വേറെ ഒരു ഗോൾഡിൻ്റെ ഓപ്ഷനിലും നമുക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതിൽ നമുക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പൈസ ഇല്ലാണ്ട് ഈ SGB അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ട് ഉണ്ടെങ്കിൽ ഇത് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ബെനിഫിറ്റ് തന്നിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യിക്കുന്ന ഒരു സാധനമാണ് ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നുള്ളത്. നടക്കുന്ന RBI ആണ്. RBI ഇത് എപ്പോഴും ഇറക്കില്ല. നമ്മൾക്കിപ്പോൾ അഥവാ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ RBI ഇറക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും മെയിനായിട്ട് നമുക്ക് പ്രൈമറിലി ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടി പറ്റുക. അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് എന്നാണ് പിന്നെ അവൈലബിൾ ആയിട്ട് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു ഷെയർ വാങ്ങിക്കുന്നില്ലേ, അതേപോലെ SGB സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് ബോണ്ട്, അതായത് അവൈലബിൾ ആയിട്ടുള്ള ഗോൾഡ് ബോണ്ടൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ സോവറിൻ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. RBI ഇറക്കിയ സമയത്തുള്ളതല്ല, അല്ലാണ്ട് നമ്മൾ സെക്കൻഡറി ആയിട്ട് വാങ്ങിക്കുന്നതുകൊണ്ടാണ് ഇതിന് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്, അതായത് RBI ഈ ഗോൾഡ് ബോണ്ട് നിർത്താൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. RBI ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല, പക്ഷെ ആ റൂമേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും RBI ഏകദേശം 3 അല്ലെങ്കിൽ 4 ഗോൾഡ് ബോണ്ടൊക്കെ ഇയർലി അവർ ഇഷ്യൂ ചെയ്യുന്നതാണ്. പക്ഷേ ഈ വർഷം അങ്ങനത്തെ ഒരു ഇഷ്യൂ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ RBI ഈ ഗോൾഡ് ബോണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നൊക്കെ റൂമേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. സോ പ്യൂർലി പറയാൻ പറ്റാൻ നിർത്താൻ പോവാണെന്ന്, പക്ഷേ നിർത്താനുള്ള ചാൻസസും കൂടുതലാണ്. എന്തുകൊണ്ടാണ് നിർത്താനുള്ള ചാൻസസ് കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി നമ്മൾ ഒരു ഹിസ്റ്ററി അറിയാനുണ്ട്. ഏകദേശം 2015 കാലഘട്ടത്ത് ഫിസിക്കൽ ഗോൾഡ് ഉണ്ടല്ലോ, അത് മെയിൻലി മതിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഡോളറിൻ്റെ വാല്യൂ കൂടുകയും നമ്മളുടെ ഇന്ത്യൻ റുപ്പീസിൻ്റെ വാല്യൂ ഭയങ്കര ഡിപ്രീഷിയേറ്റ് ആവുകയും ചെയ്തുകൊണ്ടിരുന്നു. അതൊന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് കുറച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഡോളറിലുള്ള പേയ്മെൻറ്റ് നടത്തുക, ഇത് കുറയ്ക്കാനും ഇന്ത്യൻ റുപ്പീസിൻ്റെ വാല്യൂ കൂട്ടാനും വേണ്ടിയിട്ടാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നുള്ള പരിപാടി കൊണ്ടുവന്നത്. നോക്കുകയാണെങ്കിൽ കുറേ അഡ്വാൻറ്റേജ് ഉണ്ടല്ലേ. നമ്മളുടെ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഈ വാല്യൂവും കൂടും. പോരെ തന്നെ 2.5% റിട്ടേൺ ഉണ്ട്. നമുക്ക് ലോൺ എടുക്കാൻ പറ്റും, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. കുറേ ആൾക്കാർ ഫിസിക്കലി ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിയും ഗോൾഡ് ബോണ്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഗോൾഡ് ബോണ്ട് ആൾക്കാരുടെ എത്തിക്കണമല്ലോ. എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഈ ഗോൾഡ് ബോണ്ടൊക്കെ പർച്ചേസ് ചെയ്യുള്ളൂ. ഇതിന് വേണ്ടിയിട്ടാണ് ഈ 2.5% ഒക്കെ റിട്ടേണും കൂടി ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു വലിയൊരു ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. ചെറിയൊരു നമ്മൾ 2.5% ആണെങ്കിലും ഇത് ലക്ഷക്കണക്കിന് കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്ന സമയത്ത് ഗവൺമെൻറ്റിന് അത്രയും ഒരു എമൗണ്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. ആ മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇതൊരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ലയബിളാണ്. എന്തൊക്കെ വന്നാലും ജനങ്ങൾക്ക് ആ റിട്ടേൺ കൊടുക്കണമല്ലോ. അത്രയ്ക്കും വലിയൊരു എമൗണ്ട് അവിടെ എന്തായാലും വേണം, എന്നാൽ മാത്രമേ ഈ റിട്ടേൺ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഈ ബോണ്ട് ഗവൺമെൻറ് നിർത്താൻ പോകുന്നൊക്കെ ഒരു ചർച്ച വന്നു തുടങ്ങിയത്. മേ ബി ആയിരിക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ റുപ്പീസിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡോളറിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടും അറിയില്ല, അന്ന് അങ്ങനത്തെ ഡിസിഷൻ ആയിരുന്നു, ഇന്ന് ഇങ്ങനത്തെ ഡിസിഷനാണ്. ഇതെല്ലാം ഗവൺമെൻറ് ഡിസിഷനാണ്. സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പുതിയ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാണ്ടിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നടക്കാം. ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഇറക്കുന്ന സമയത്ത് വാങ്ങിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡറി മാർക്കറ്റിലൊക്കെ ഈ ഗോൾഡ് ബോണ്ടൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് അല്ലാണ്ട് വേറെ എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. Thank you for watching and see you in the next video. Bye bye.